കഴിഞ്ഞ 2 പാർട്ടുകളിൽ നമ്മളൊരു വൊക്കാബുലറിയെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഹോമോനിം എന്നുള്ള ആസ്പെക്റ്റ്, അതുപോലെ തന്നെ സിനോണിം എന്നുള്ള ആസ്പെക്റ്റ്, ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കൺനോട്ടേഷൻ എന്നുള്ള ഒരു ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഹോമോനിം അഥവാ അതുപോലെ തന്നെ സിനോണിം, ഈ 2 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അവെയർ ആണെങ്കിൽ ഒരു പദത്തിൻ്റെ ലിറ്ററൽ മീനിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ ലിറ്ററൽ മീനിങ് വെച്ചുകൊണ്ട് മാത്രം നമുക്കൊരു വാക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സ്പീക്കർ ഉപയോഗിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ചെക്ക് ടുഡേ. കൺനോട്ടേഷൻ, അതിൻ്റെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ചില വാക്കുകൾ ഞാൻ പറയാം. സ്പിൻസ്റ്റർ, സിംഗിൾ വുമൺ, ബാച്ചിലറേറ്റ്. ഇത് 3 വാക്കുകളും ശരിക്കും നമുക്ക് ഇൻ്റർചേഞ്ചബിളി ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? ഈ 3 വാക്കുകളും ആരെയാണ് ഉദ്ദേശിക്കുന്നത്? വിവാഹിതരല്ലാത്ത സ്ത്രീകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ 3 പദങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ സ്പിൻസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിന് ഈ ഒരു അർത്ഥം മാത്രമല്ല ഉള്ളത്. ഒരു സ്ത്രീ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹിതയായിട്ടില്ലെന്ന് മാത്രമല്ല, ഇനിയൊട്ട് വിവാഹം കഴിക്കാൻ സാധ്യതയുമില്ല എന്നുള്ളൊരർത്ഥത്തിലാണ് സ്പിൻസ്റ്റർ എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കാറ്. അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. പല തവണകളായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ബാച്ചിലർ എന്നുള്ള വിവാഹിതരല്ലാത്ത പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദത്തിന് പകരം നമ്മൾ സ്പിൻസ്റ്റർ എന്നുള്ള വാക്ക് ഉപയോഗിക്കണം എന്നുള്ളത്. But it's not the case. എൻ്റെ ഒരു സുഹൃത്ത് വിവാഹിതയല്ല എങ്കിൽ I would never introduce her as a spinster. Neither should you. So what is the word that I would prefer? Bachelorette. So ഒരു പദം എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൊണോട്ടേഷൻ നോക്കാതെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് രീതിയിലുള്ള ആശയമാണ് നമ്മൾ കൺവേ ചെയ്യുന്നതെന്ന് we might need to think again. ഇനി ഈ രീതിയിൽ മാത്രമാണ് കൊണോട്ടേഷൻ എന്നുള്ള കാര്യത്തെ നമ്മൾ ചർച്ച ചെയ്യാറ്? ഡെഫിനറ്റ്ലി നോട്ട്. ഒരേ പദത്തിന് പല സാഹചര്യങ്ങളിൽ പലവിധ അർത്ഥങ്ങൾ വന്നേക്കാം. ഇതിനൊരു ഉദാഹരണമായിട്ട് മലയാളി എന്നുള്ള പദം എടുക്കാം. ഞാനൊരു മലയാളിയാണ്. മീൻസ് വാട്ട്? ഞാൻ ജനിച്ചതും വളർന്നതും എൻ്റെ ദേശവും ഈ പറഞ്ഞ കേരളമാണ്. എന്നാൽ നീ ഒരു തനി മലയാളിയാണെടാ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ വരുന്നത് കേരളത്തിൽ നിന്നാണോ, എൻ്റെ ദേശത്തെക്കുറിച്ചാണോ? ഒട്ടുമല്ല. ഇവിടെ നമ്മൾ ഏതോ ഒരു സ്വഭാവത്തെ, ഒരു ദുസ്വഭാവത്തെ ചൂണ്ടിക്കാണിക്കാനാണ് ഉപയോഗിച്ചതെന്ന് നമുക്ക് ആ ടോണിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഒരു വാക്കിന് പല സാഹചര്യങ്ങളിൽ ആ പറയുന്ന വ്യക്തിയുടെ ഇമോഷൻ അനുസരിച്ചും അതിൻ്റെ അർത്ഥം മാറാനുള്ള സാധ്യതയുണ്ട്. സോ ഇത്തരത്തിലുള്ള പലവിധ പദങ്ങൾ നിങ്ങളും കണ്ടെത്തിയിട്ട് പ്ലീസ് കമൻറ്റ് ബിലോ.